ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആഹ്വാനം ചെയ്ത റിപ്പബ്ലിക് സദസ്സിന്റെ ഉദ്ഘാടനവും അക്ഷര കരോളും സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയം പരിധിയിൽ കരോൾ സംഘം ഘോഷയാത്രയിൽ സന്ദർശനം നടത്തി ഭരണഘടനയുടെ ആമുഖം പ്രദർശിപ്പിച്ചു. കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആഹ്വാനം ചെയ്ത റിപ്പബ്ലിക് സദസ്സിന്റെ ഉദ്ഘാടനവും അക്ഷര കരോളും സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയം പരിധിയിൽ കരോൾ സംഘം ഘോഷയാത്രയായി സന്ദർശനം നടത്തി ഭരണഘടനയുടെ ആമുഖം പ്രദർശിപ്പിച്ചു. മുത്തുകുടകളുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെ ഗാന്ധിജി, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയ വേഷങ്ങളും സാംസ്കാരിക നായകരുടെ ചിത്രങ്ങളും മുദ്രാവാക്യങ്ങളും പതിച്ച പ്ലക്കാർഡുകളും ഏന്തി നടത്തിയ ഘോഷയാത്രയിൽ ഗ്രന്ഥാലയം ബാലവേദി, വനിതാവേദി, യുവജനവേദി അംഗങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന റിപ്പബ്ലിക് സദസ്സിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ഗ്രന്ഥാലയം സെക്രട്ടറി K വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യ സ്വതന്ത്രമായി 1947 ആഗസ്റ്റ് 15-ാം തീയതിയാണ്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. ആ സ്ഥിതിക്ക് 1950 ജനുവരി 26 ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഭരണഘടന ഇപ്പോൾ 76 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചും ഒട്ടനവധി പ്രയാസങ്ങളുണ്ടാകുന്ന സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സങ്കല്പത്തിന് പ്രയാസം അനുഭവിക്കുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തെ അങ്ങോളം ഇങ്ങോളം വർഗീയ ശക്തികൾ, ചിത്രശക്തികൾ കുഴപ്പങ്ങൾക്കും മറ്റ് പ്രയാസങ്ങൾക്കും രൂപം നൽകുകയാണ്. ഗ്രന്ഥാലയം ഭാരവാഹികളായ V നാരായണൻ, K ഉഷ, MK വിജയകുമാർ, K ദേവി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.